ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വരത്നദീപം അജാനബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ശ്രീരാജപ്പ ശരണം, ശ്രീരാമചന്ദ്രപ്രഭോ ശരണം. ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നു. ഈ അരി അവിടെ കൊണ്ടുപോയി ഞടഞ്ഞടഞ്ഞടഞ്ഞ കരഞ്ഞിട്ട് വന്നിട്ട് ഞാനാണിപ്പം ശ്രീരാമസ്വാമിനെ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ജ്ഞാനമില്ലാത്ത മൂഢജനത്തെ പോലെ ഭവാൻ മാനസേ ഖേദിപ്പതിനെന്തു കാരണം നാഥ. ദേഹഗേഹാർത്ഥപുത്രകളത്രാദികളോടും ദേഹികളുണ്ടോ പിരിയാതെ ഭൂമിയിലാരും. പാന്ധന്മാർ പെരുവഴിയമ്പലം തന്നിൽ നിന്നു താന്തരായിരുന്നുടൻ പിരിഞ്ഞു പോകും പോലെ ജനകജനയിത്രീ നന്ദന ഭാര്യ ധനമനുവാസനം കൈക്കൊണ്ടിരുന്നു ചില ദിനം. മുഖ്യഭേദത്തോടവർ ചെയ്തിടും കർമ്മങ്ങൾക്കു തക്കവാറോരോ വഴി പിരിഞ്ഞു പോയിടുവോർ. അതിങ്കൽ ദുഃഖിക്കുന്നത് അജ്ഞാനമല്ലോ നാഥ. ബുധന്മാരുടെ മതമല്ലിതു രഘുപതേ. അദ്ദേഹം പറയുന്നു, ഏട്ടൻ മുമ്പ് പറഞ്ഞു കൊടുത്ത തത്വങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ജ്ഞാനമിൽ അജ്ഞാനികളുടെ മാതിരി എന്തേ ഇങ്ങനെ ഖേദിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ ഒന്നിച്ചു ജനിച്ചു ഒന്നിച്ചു മരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഗേഹം അതോ വീട് അല്ല ദേഹം നമ്മുടെ ശരീരം, അതുപോലെ ഗേഹം വീട് പുത്രന്മാര് ഭാര്യ അവരെല്ലാം പിരിയാതെ ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? ഇല്ല. അതായത് അവരവരവരുടെ സമയാകുമ്പം എല്ലാം ഓരോ വഴിക്ക് പിരിഞ്ഞു പോകുന്നു, അങ്ങനെയല്ലേ പറയുന്നത്. ഇപ്പൊ പാന്ധന്മാരിങ്ങനെ വഴിയാത്രക്കാർ രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും ഒരു വഴിയമ്പലം കണ്ടാൽ അവിടെ കയറി കിടക്കും, രാവിലെ എഴുന്നേറ്റ് പോവും. അതുപോലെ തന്നെയാണ് ഈ ജനകനും അച്ഛനും അമ്മയും പുത്രന്മാരും ഭാര്യയും ധനവും ഒന്നും നമുക്കൊരു ശാശ്വത എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവില്ലല്ലോ. അത് എന്ന് പറയുന്നു. അതുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ല ജ്യേഷ്ഠ. ബുദ്ധിയില്ല, ഒരു ബുധന്മാരുടെ മതമല്ലല്ലോ ഇത്. രഘുപതേ ഒക്കെയാണ് വിളിക്കുന്നത്. നിന്തിരുവടി അറിയാതെയില്ലേതുമെന്നാൽ അന്ധത്വമുണ്ടാം അതിശോകത്താൽ എല്ലാവർക്കും. നാരിയെ പിരിഞ്ഞതു കാരണം നരേന്ദ്രനു പാരമുണ്ടഴലെന്നു നാനാലോകരുമെല്ലാം തങ്ങളിൽ പരിഹാസഭാവേന ചൊല്ലുന്നതും മംഗലമല്ല മഹീപാലക തിലകമേ. വിഷയചാബല്യമില്ലാതെയില്ലൊരുവർക്കും ഋഷികൾ പോലും അതിൽ മോഹിച്ചിടുന്നുവല്ലോ. ധീരനെത്രയും രാമനെന്നു ചൊല്ലിയിടുന്നതും പാരമെത്രയുമുണ്ടു ചാബല്യമറിഞ്ഞാലും എന്നെല്ലാം അവരവർ ചൊല്ലിയിടുന്നതും ഓർത്താൽ നന്നല്ല മഹാമതേ രാഘവ മഹീപതേ. ജ്യേഷ്ഠാന്നല്ല ഇപ്പം വിളിക്കുന്നത്. അങ്ങനെയൊക്കെല്ലാം അറിയാം, അറിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം. ഇനിയിപ്പൊ ജനങ്ങൾ പറയില്ലേ, ഇന്നലെ ഒരു ചെറിയൊരു അപവാദം കേട്ടിട്ടാണ് ഉള്ളതല്ല എന്ന് അങ്ങേക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്കത് അപവാദം പേടിച്ചിട്ടല്ലേ ഇന്നലെ കൊണ്ട് കാട്ടിലാക്കാൻ പറഞ്ഞിട്ട് എന്നോട് കൊണ്ട് കാട്ടിലാക്കാൻ പറഞ്ഞത്. ഇനി അവർ പറയും ഭാര്യനെ പിരിഞ്ഞത് കൊണ്ട് വല്ലാത്ത സങ്കടം തന്നെ മഹാരാജാവിന് എന്നും പറഞ്ഞ് പരിഹസിക്കൂലേ എല്ലാവരും. അതൊന്നും നല്ലതല്ലല്ലോ അങ്ങേക്ക്, അത് ഭൂഷണമല്ല അങ്ങേക്ക്. വിഷയചാബല്യമില്ലാതെ ആരുമില്ല. എല്ലാറ്റിലും എത്ര പറഞ്ഞാലും വിഷയത്തിൽ ഭ്രമിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. അത് മഹർഷിമാരും കൂടി അതിൽ മോഹിക്കുന്നുണ്ട്. ധീരനാണ് രാമൻ. രാമനെ പോലൊരു ധീരൻ മര്യാദ പുരുഷോത്തമനും ആരുമില്ല എന്ന് പറഞ്ഞിട്ടേ ഇതിങ്ങനെ പറയുമ്പം അത് സഹിക്കാൻ ആവൂല.
അങ്ങനെയൊക്കെ അവർ പറയൂലേ. അത് കേൾക്കുന്നത് നന്നല്ല രാഘവ, മഹീപതേ, രാജാവെന്നൊക്കെ വിളിച്ചിട്ടാന്നൊക്കെ കാര്യങ്ങൾ പറയുന്നത് അനുജൻ. എല്ലാ ജാതിയും വിഷാദം കളയണമത് നല്ലതു, സുഖദുഃഖം മിശ്രമായിട്ടേയുള്ളൂ. സൗമിത്രി വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സൗമുഖ്യമോടു രാമഭദ്രനുമരുൾ ചെയ്തു, നന്നു നീ പറഞ്ഞതു സാരമെത്രയും ഓർത്താൽ എന്നിനി വീണ്ടും കാര്യം ചിന്തിച്ചിടുക വേണം. 4 നാൾ കഴിഞ്ഞിതു ദുഃഖിച്ചിങ്ങനെ മമ കാലമോ തെരുതെരപ്പോമല്ലോ ലഘുതരം. കാര്യങ്ങൾ ചിന്തിപ്പാനുമുണ്ടായില്ല അവസരം. കാര്യങ്ങൾ വിചാരിയാൽ അതു നിമിത്തമായി ആപത്തു വരുമല്ലോ രാജാക്കന്മാർക്ക് നൂനം. ആപത്തിനതു തന്നെ കാരണമെന്നും വരും. ഇപ്പൊ പറഞ്ഞു, സത്യം തന്നെയാണ് കുട്ടി നീ പറഞ്ഞത് കുമാര. അത് ഇങ്ങനെ പറഞ്ഞു തന്നത് കൊണ്ട് നന്നായി. 4 ദിവസമായില്ല ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ഒരു കാര്യവും മുമ്പോട്ട് നീങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല. ഇനിയിപ്പം കാര്യങ്ങൾ വിചാരിക്കണം, അല്ലാതെ അത് ആപത്ത് വരുമല്ലോ രാജ്യത്തിന് എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കഥ പറയുന്നു. പണ്ടയോധ്യയിൽ നൃഗൻ എന്നൊരു നൃപശ്രേഷ്ഠനുണ്ടായാൻ ഇക്ഷ്വാകുവിൻ സോദരനായിട്ടിടോ. ഗോകോടിദാനം ചെയ്താൻ ഭൂദേവോത്തമന്മാർക്കും ലോകരും പ്രശംസിച്ചു വാണിയിടും കാലത്തിങ്കൽ തന്നെ പശുക്കൂട്ടം തന്നിൽ വന്നൊരു വിപ്രൻ തന്നെ പശു കൂടെ കൂടിപ്പോയിതു ബലാൽ. താനേതുമറിയാതെ മറ്റൊരു ഭൂദേവനു ദാനവും ചെയ്തിടിനാൻ ഈശ്വര വിദ്യാലെ. തന്നെ പശുവിനെ കാണാഞ്ഞു വിപ്രോത്തമൻ അന്വേഷിച്ചൊരേടത്തും കാണാഞ്ഞു ദുഃഖം പൂണ്ടാൻ. അങ്ങനെ ചില ദിനം കഴിഞ്ഞോരനന്തരം അങ്ങൊരു വിപ്രാലയെ കാണായി പശുവിനെ. വാ 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 ശബളേ എന്നവളെ വിളിച്ചപ്പോൾ ഗോപുതൻ നാഥൻ തന്നെ കണ്ടു പിന്നാലെ പോയാൾ. അയോധ്യയിൽ പണ്ട് നൃഗൻ എന്നു പേരുള്ളൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠദാനത്തിന്റെ ആളാണ്. ഒരു കോടി പശുക്കൾ ദാനം ചെയ്തു. ഓരോ ബ്രാഹ്മണർക്ക് ഓരോന്നും 2 എല്ലായിട്ട് അങ്ങനെ ദാനം ചെയ്തു. എല്ലാവരും പ്രശംസിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രശംസിച്ചിട്ട് ഇരുന്ന സമയത്ത് ആപത്ത് വരേണ്ട സമയമായി. ഒരു പശുക്കൂട്ടത്തുനിന്ന് ഒരു വിപ്രന്റെ പശു അറിയാതെ ഇതിൽ കൂടി. ഒന്നുകൂടിപ്പോയി വിപ്രന് ദാനം ചെയ്തത് അത് വന്നിട്ട് ഈ പശുക്കളെ കൂട്ടത്തിൽ കൂടി. എന്നിട്ട് അതിനെ അറിയുന്നില്ല, അറിയാതെ കണ്ട് വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. രാജാവ് അന്നേരം അവനവൻ പശുവിനെ കാണാൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എവിടെയും കാണുന്നില്ല. അതിൻ്റെ സങ്കടം വന്നിട്ട് ഒരു ദിവസം വേറൊരു ബ്രാഹ്മണന്റെ ആരയിൽ ഈ പശുവിനെ കാണാനിട വന്നു. അപ്പൊ അതിനെ മനസ്സിലായി ഇദ്ദേഹത്തിന്. വാ, അതിന് ശബള എന്നാ പേരിട്ടത്. വാ വാ ശബളയെന്ന് വിളിക്കുന്ന സമയത്ത് ഇത് എൻ്റെ സ്വാമിയല്ലേ, സ്വാമിരെ പറകെ അങ്ങ് പോയി. അന്നേരം അപരനാം നാഥനും ചൊല്ലിയിടാൻ എന്നുടെ പശുവിതു രാജാവ് തന്നതെടോ. രാജാവു തരികയിൽ എന്നുടെ പശുവിനെ വ്യാജമെന്നോടു പറഞ്ഞിടാതെ വിപ്രോത്തമ. മന്നവൻ പറയണം ഞാൻ തന്ന പശുവല്ലെന്നാൽ ഞാൻ അയച്ചിടാമില്ല സംശയമേതും. അല്ലായിൽ അയക്കയില്ലെന്നും ഞാൻ പശുവിനെ ചൊല്ലുന്ന ദുർവാക്കുകളൊക്കെ ഞാൻ പൊറുത്തിയിടാം. കള്ളന്മാരോടു പശു കൊള്ളുകയില്ല, പക്ഷേ കള്ളനായിടുന്നതു ഞാനല്ല രാജാവത്രി. ഇങ്ങനെ തമ്മിൽ പറഞ്ഞന്യോന്യം കലഹം പൂണ്ടങ്ങു ചെന്നവനീശൻ തന്നോടു ചോദിക്കനാം. എന്നവരിരുവരും ഒന്നിച്ചു പുറപ്പെട്ടു ചെന്നു ഗോപുരദ്വാരേ നിന്നു ചൊന്നതു നേരം കാൺമതിനവസരമില്ലെന്നു കേട്ടു തത്ര ബ്രാഹ്മണരിരുവരും ചില നാൾ പാർത്ത ശേഷം. പിന്നെയും അവസരമില്ലാഞ്ഞു കോപിച്ചവർ മന്നവൻ തന്നെ ശപിച്ചിടിനാരതു നേരം. കോപിച്ച വിപ്രേന്ദ്രന്മാർ ഭൂപതി പ്രവരനു ശാപത്തെ കൊടുത്തിതു ഭീതിയായിടും വണ്ണം. കൂപത്തിലൊരു കൃകലാസ വേഷവും പൂണ്ടു
താപത്തോടിനെ കിടന്നേടുക ചിരം ഭവാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, രാജാവല്ലേ നമുക്ക് തന്ന, രാജാവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് സങ്കടം ഉണർത്തിക്കാന്ന് പറഞ്ഞു. ആർക്ക് തന്നതാണെന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോയി. രാജാവ് പറഞ്ഞു ഞാൻ അയക്കും. രാജാവ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അയക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞു. കള്ളന്മാരെ പശുവിനെ മണിക്കാൻ പാടില്ല പറഞ്ഞു. അപ്പം മറ്റേയാളും ഞാനല്ലല്ലോ കള്ളൻ, രാജാവല്ലേ, എനിക്ക് തന്നതിനെ പിടിച്ചിട്ട് അങ്ങേക്ക് തന്നത് ഞാനല്ലല്ലോ, രാജാവല്ലേ, അപ്പൊ രാജാവാണ് കള്ളൻ. ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും വാക്കേർക്കായി. നേരം പോവാം, നമുക്ക് രാജാവിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഗോപുരദ്വാരത്തിൽ വന്നിട്ട് ഇങ്ങനെ രണ്ട് ബ്രാഹ്മണന്മാർ വന്നിട്ടുണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. പോയി പറയുമ്പോൾ പറഞ്ഞു ഇപ്പം രാജാവ് ഇനി കാണാൻ സമയമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ അവർ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ചോദിക്കുമ്പോൾ അന്നും തിരക്കന്നെ, രാജാവിന് അന്നും കാണാൻ അവസരമില്ല. അതന്നെ പറഞ്ഞത്, ഈ ആപത്ത് വരുന്ന സമയമാണ് ഇപ്പം രാജാവിന്. അപ്പം രണ്ടുപേർക്കും ദേഷ്യം വന്നു. രണ്ടുപേരും കൂടി ശപിച്ചു എന്നാ പറയുന്നത്. അപ്പം അവരൊന്നായില്ലേ, ബ്രാഹ്മണന്മാരൊന്നായി. ഇതിപ്പം രാജാവിനെ ശപിച്ചു. കുറേ കാലം ഓന്തായിട്ട് പൊട്ടക്കിണറ്റിൽ കിടക്കാനിട വരട്ടെ എന്നാണ് ശപിച്ചത്. എന്നിട്ടോ കൊടുത്തു. ശപിച്ചതും രാജാവ് പറയുന്നില്ല, ശാപമോക്ഷം രാജാവ് വരുന്നതുമില്ല. എന്നിട്ട് ശാപമോക്ഷം കൊടുത്തു. ദ്വാപരയുഗാവസാനത്തില് ഭഗവാൻ കൃഷ്ണനായിട്ട് ജനിക്കും, മഹാവിഷ്ണു. അന്നേരം നിന്നെ വന്നിട്ട് തൊടുമ്പം നിന്റെ ശാപം തീരും. അപ്പോൾ ഇത് ത്രേതായുഗത്തിലാണ്. ഈ ത്രേതായുഗത്തിൽ ശപിച്ചാൽ ദ്വാപരയുഗം അവസാനം വരെ ഇദ്ദേഹം ഓന്തായിട്ട് കിടക്കേണ്ടി വന്നത്. ആലോചിച്ചു നോക്ക്. ബ്രാഹ്മണർ പശുവിനെ മറ്റൊരു ഭൂദേവനു ധാർമ്മികന്മാരാമവ ദാനവും ചെയ്തിടിനാൻ. നമുക്ക് രണ്ടുപേർക്കും വേണ്ട, വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു. അവരവരുടെ ഭവനങ്ങളിൽ പോയി താമസിക്കുകയും ചെയ്തു. മന്നവൻ താനും അറിഞ്ഞാൽ അപ്പോൾ അവസ്ഥകൾ പിന്നെത്തൻ തനേനു രാജ്യാഭിഷേകം ചെയ്തു. ഖിന്നനായി സുതനോട് ചൊല്ലിനാൻ നൃപേന്ദ്രനും മഴയും മഞ്ഞുമേറ്റം വെയിലുമുള്ള കാലം മഴൽ കൂടാതെ വസിച്ചിടുവാൻ തക്കവണ്ണം നീ 3 കിണറവറ്റിൻ തീരം തോറും വായിക്കുന്ന വല്ലികളും വൃക്ഷവും ഉണ്ടാവണം. വസുവാം തനേനും അങ്ങനെ തീർത്തിയിടാൻ വസുധാധിപനിന്നുമുണ്ടതിൽ കിടക്കുന്നു. മന്നവനോടു സുമിത്രാത്മജൻ അത് കേട്ടു പിന്നെയും ചോദിച്ചതു വന്ദിച്ചു രഘുപതേ. അല്പാപരാധമറിയാതെ വന്നതിനവരുൽപ്പന്ന രോഷം കൈക്കൊണ്ടിങ്ങനെ ശപിച്ചതും യോഗ്യമോ? നിരൂപിച്ചാൽ ആർക്കറിയാവൂ പിന്നെ, ഭാഗ്യവാൻ ദാനശീലനല്ലോ ഭൂപതി നൃഗൻ. ഇത്തം സൗമിത്രി പറഞ്ഞൊരു നേരത്തു രാമഭദ്രനും അരുൾ ചെയ്താൻ ആർക്കറിയാവൂ സഖേ, പ്രാരബ്ധ കർമ്മ ഫലഭോഗത്തിനെന്നേ വരൂ നേരത്രേ വിധാതാവിൻ കൽപ്പിതമൂർത്തു കണ്ടാൽ. ആ ഓന്തായിട്ട് ഇവർ ശപിച്ചിട്ട് പോയല്ലോ, പശുവിനും വേറൊരു ബ്രാഹ്മണന് ദാനവും ചെയ്തു. എന്നിട്ട് ഇവര് അവരവരുടെ ഭവനങ്ങളിൽ പോയി താമസിച്ച സമയത്ത് ഈ രാജാവ് പിന്നാണ് ഇതറിഞ്ഞത് സംഭവം. അപ്പം മകനോട് പറഞ്ഞു, മകന് രാജ്യാഭിഷേകം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മോനെ എന്തിനെന്തോ 3 കിണർ, അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കിണറിലേ കിടക്കാൻ ശപിച്ചിട്ടുള്ളൂ. നീ എനിക്ക് വെയിലും മഴയും ഒന്നും കൊള്ളാതെ താമസിക്കാൻ വേണ്ടിയിട്ട് 3 കിണറുണ്ടാക്കണം. അതിന് ചുറ്റും വള്ളികൾ വേണം, മരങ്ങൾ വേണം ഒക്കെ പറഞ്ഞിട്ടാകുമ്പോൾ അതുപോലെ യുവരാജാവ് അതൊക്കെ അച്ഛൻ പറഞ്ഞ വണ്ണം ചെയ്തു. അദ്ദേഹം ഇന്നും ഉണ്ട് ആ കൂപത്തിൽ കിടക്കുന്ന അനുജാന്നാണ് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞത്. അപ്പം ലക്ഷ്മണൻ ചോദിച്ചു, അതെന്തേ ജ്യേഷ്ഠ, അറിയാതെ ഒരു അപരാധം ചെയ്തു പോയതല്ലേ, അതിന് എത്ര അധികം ശപിക്കണമായിരുന്നോ? പിന്നെ നല്ല ദാനശീലനും അല്ലേ ആ രാജാവ് എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ആർക്കറിയാ, പ്രാരബ്ധ കർമ്മം വരുമ്പോൾ അങ്ങനെയൊക്കെ ആവും. വിധാതാവിൻ്റെ കൽപ്പിതമല്ലേ, അതൊന്നും നമുക്കൊന്നും അത് പറയാനും തിരുത്താനുള്ള അവകാശമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കഥയും കൂടി പറഞ്ഞുതരാം എന്ന് പറയുന്നു. ഇന്നും നീയൊരു കഥ കേൾക്ക സൗമിത്രേ ചൊല്ല,
മുന്നമുണ്ടായാൻ നിമിയാകിയ നൃപശ്രേഷ്ഠൻ ആശ്രമത്തിങ്കലടുത്തു ഭവനവും കൗതുകത്തോടു തീർത്തു വസിച്ചാൻ പലകാലം. ചിത്തത്തിലോർത്താനൊരു യാഗം ചെയ്യണമെന്നു സത്വരമാചാര്യനോടതു ചെന്നറിയിച്ചാൻ. അന്നേരം വസിഷ്ഠനും നൃപനോടരുൾ ചെയ്തു, ഇന്ദ്രനുണ്ടെന്നെയൊരു യാഗം ചെയ്യിപ്പാനായേ വന്നപേക്ഷിക്കുന്നു ഞാൻ പോവനായതു ചെയ്തു വന്നാൽ നിന്നുടെ യാഗം കഴിക്കാമെന്നേ വരൂ. അമരാലയം ബുക്കു വസിഷ്ഠമുനീന്ദ്രനും നിമിയും ഗൗതമനെ കൊണ്ടു ചെയ്യിച്ചു യാഗം. 1000 സംവത്സരം കൊണ്ടു യാഗവും കൂടി നായകൻ അവഭൃത സ്നാനവും ചെയ്തിടിനാൻ. വന്നിതു വസിഷ്ഠനും ഭൂപതി നിമിതാനും അന്നേരം നിദ്രാവശനായി കിടക്കുന്നുവല്ലോ. സൽക്കാരം ചെയ്യാഞ്ഞതും യാഗം ചെയ്തതുകൊണ്ടു മുൾക്കാമ്പിൽ ക്രോധം പൂണ്ടു ശപിച്ചു വസിഷ്ഠനും. ഇവരെത്രയോ കാലം തപസ് ചെയ്തിട്ടാണ് ഇവർ ഈ സിദ്ധി നേടുന്നത്. ഈ ബ്രാഹ്മണന്മാര് അല്ല, ഈ മഹർഷിമാര്. എന്നിട്ട് അതെന്താ, അതിങ്ങനെ ശപിക്കും. ദേഷ്യം അവർക്ക് എല്ലാവർക്കും ദേഷ്യമുണ്ട്, നമുക്ക് മാത്രമല്ല. അത്രയും ഈ പിന്നെ തപസ് ചെയ്തിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് ഓരോരു കാര്യങ്ങൾ നേടി അവർക്ക് ഇങ്ങനെ ദേഷ്യം വരാവോ? അപ്പൊ ഒരു നിമി എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു. ഗൗതമാശ്രമത്തിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരം. ആടെ ഒരു ഭവനം തീർത്തിട്ട് അവിടെ താമസിക്കുന്നത്. വലിയൊരു കൊട്ടാരമൊന്നും വേണ്ട. നേരെ എനിക്കൊരു യാഗം ചെയ്യണം എന്ന് വിചാരിച്ചു. ആചാര്യനോട് പറഞ്ഞു, എനിക്കൊരു യാഗം ചെയ്യണമെന്നുണ്ടല്ലോ ആചാര്യ. അന്നേരം ഈ വസിഷ്ഠൻ പറഞ്ഞു, എന്നെ ഇന്ദ്രനൊരു യാഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, യാഗം ചെയ്യിക്കാൻ. അതിന് ഞാൻ പോയിട്ട് വന്നിട്ട് നിന്റെ യാഗം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഗൗതമാശ്രമത്തിന്റെ അടുത്താണല്ലോ ഉണ്ടായിരുന്നത്. ആ ഗൗതമനെ കൊണ്ട് യാഗം ചെയ്യിക്കും ചെയ്തു നിമി. 1000 സംവത്സരം കൊണ്ടാണ് യാഗം കൂടിയത്. അത്രയും കാലം ഈ ഇദ്ദേഹം വസിഷ്ഠൻ വന്നിട്ടുമില്ല. ഈ യാഗം കൂടി കാലം കൂടിയിട്ടാകുമ്പോൾ അവഭൃത സ്നാനമൊക്കെ ചെയ്തു. ആ സമയത്ത് വന്നു വസിഷ്ഠൻ. ഇതാണ് ഇവരെ കാര്യം. വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരുപാട് ക്ഷീണിച്ചതല്ലേ, ഉറങ്ങിപ്പോയി. അന്ന് ഈ ഉറങ്ങുന്ന ആളെങ്ങനെ സൽക്കാരം ചെയ്യല്? സൽക്കാരം ചെയ്തതുമില്ല, യാഗം ചെയ്യുകയും ചെയ്തു. എന്നോട് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ശപിച്ചു നിമീന. ദേഹികൾ തമ്മിൽ വേറിട്ടു പോകയെന്നു സാഹസാൽ ശപിച്ചപ്പോൾ ഉണർന്നു നൃപേന്ദ്രനും. പിരിഞ്ഞു പോക ദേഹികൾ തമ്മിലെന്നു വിരിഞ്ച തനയനെ ശപിച്ചു നിമിതാനും. അന്യോന്യം ശാപമേറ്റുവായുഭൂതന്മാരായാർ മന്നവൻ താനും തഥാ വസിഷ്ഠമുനീന്ദ്രനും. താപസൻ വായുഭൂതനായി ചെന്നു ധാതാവിനെ താപേന കണ്ടു നിജ സങ്കടമറിയിച്ചാൻ. ഉർവശി തന്നിൽ മിത്രാവരുണ ബീജം കൊണ്ടു ദിവ്യമായൊരു ദേഹമുണ്ടാക്കിക്കൊള്ളുകയെന്നാൻ. മിത്രബീജവും പിന്നെ വരുണ ബീജത്തോടു യുക്തമായതു നേരമെടുത്തുകൂടാഞ്ഞപ്പോൾ കുംഭത്തിലാക്കിയിടിനാൻ ഇന്ദ്രിയദ്വയമപ്പോൾ. കുംഭത്തിൽ നിന്നു ഗമിച്ചിടിനാൻ അഗസ്ത്യനും. അദ്ദേഹം അഗസ്ത്യം വസിഷ്ഠ മഹർഷി പോയിട്ട് ധാതാവിന്, അതായത് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. നേരം പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനെന്നാ വേണ്ടത്, ഇപ്പം ശരീരം ഇതും ഒന്നിച്ചാവണമെങ്കിൽ ഉർവശിയില് മിത്രാവരുന്മാരെ കൊണ്ട് ഒരു ഗർഭം ഉണ്ടാവണം ഉർവശിയിൽ. അങ്ങനെ ആയാലും എനിക്ക് ശരീരം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ദേഹം ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മിത്രവരുണന്മാരുടെ ബീജം വരുണ ബീജത്തോട് യുക്തമായി. ആ സമയത്ത് ഈ ഉർവശിക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല, ഈ ഗർഭം കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തൊരു കുംഭത്തിലൊരു വലിയൊരു കലത്തിൽ ആക്കി. അപ്പൊ അതിൽ നിന്ന് അഗസ്ത്യനുണ്ടായി. ഒന്നിൽ അഗസ്ത്യനുണ്ടായി, മറ്റേതിൽ നിന്ന് വസിഷ്ഠനുണ്ടായി. അപ്പൊ അവര് ഇരട്ട കുട്ടികളെന്ന് പറയാൻ വേണമെങ്കിൽ.
പിൻപുടനുണ്ടായി വന്നു വസിഷ്ഠ ശരീരവും സംഭവിച്ചതു മുനിശ്രേഷ്ഠന്മാരിരുവരും. മിത്രനും ഉർവശിയെ ശപിച്ചാനതുകാലം മർത്യനു കളത്രമായി പോക നീ ചിരകാലം. അത് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവം കിട്ടി. ഈ ഉർവശിക്ക് മിത്രന്റെ ശാപം കിട്ടി. ഇത് എടുത്ത് പൊന്തിക്കാൻ കഴിയാൻ കുടത്തിലാക്കിയില്ലേ, അതുകൊണ്ട് ഇനി ഒരു മനുഷ്യന് ഭാര്യയായി പോട്ടെ എന്ന് ഉർവശിനെ ശപിച്ചു. അങ്ങനെ പുരൂരവ തന്നെ പത്നിയായ അളങ്കന ശിരോമണിയാവും ഉർവശിതാനും നിമിതൻ ദേഹമുണ്ടാക്കാമെന്ന് മുനികളും അമരന്മാരും ചൊന്നാരന്നേരം. നിമി ചൊന്നാൻ ദേഹമുണ്ടായാൽ ദുഃഖമൊഴിഞ്ഞില്ലതുമൂലം ദേഹമുണ്ടാക വേണ്ട കേവലമെനിക്കിന്ന് സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ട കമലർ. ആശ്വാസത്തിനു നേത്രമിമച്ചുമെഴിക്കെന്നും ആശ്രയാശാദ്യന്മാരും നൽകിനാരനുഗ്രഹം. നിമിതൻ ദേഹം മുനിവരന്മാർ കടഞ്ഞപ്പോൾ അമലൻ മിഥി എന്ന നൃപനുമുണ്ടായി വന്നു. മിഥിജാതന്മാരെല്ലാം മൈഥിലന്മാരായി വന്നാൽ തതനു വിദേഹജാതന്മാരായതു മൂലം. അപ്പൊ ഉർവശി എന്നിട്ട് പുരൂരവസന്റെ പത്നിയായിട്ട് അങ്ങനെ കഴിയുന്നു. അന്നേരം നിമിയോട് പറഞ്ഞു, നിനക്കും ദേഹം ഉണ്ടാക്കി തരാന്ന് മഹർഷിമാര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ദേഹം ഉണ്ടായാലും ദുഃഖേ ഉള്ളൂ, എനിക്ക് ദേഹം വേണ്ട. എനിക്ക് സർവ പ്രാണികളുടെ നേത്ര നിമിയിലും ഇങ്ങനെ അടക്കലും തുറക്കലും ഇല്ലേ കണ്ണ്, അതാണ് ഈ നിമി. അതാണ് നമ്മള് നേത്ര നിമീലൻ എന്ന് പറയുന്നത്. നിമി ആണ് നമ്മൾ ഈ കണ്ണിന് ചലനം ഉണ്ടാക്കിയത്. അപ്പൊ ഒരാശ്വാസം കിട്ടണം, ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു വയ്ക്കുമ്പോ അതിന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അനുഗ്രഹം കൊടുത്തു. എന്നിട്ട് ആ ശരീരം ഉണ്ടല്ലോ, ആ ശരീരം ഇവര് കടഞ്ഞ സമയത്ത് ഒരു രാജാവുണ്ടായി. മിഥി എന്നാണ് പേര്. മതിച്ചത് കൊണ്ട് മിഥി. മിഥിജാതന്മാരെല്ലാം അവരാണ് ഈ മൈഥിലന്മാരെന്ന് പറയുന്നത്. അവര് വിദേഹത്തിലാണ് ഉണ്ടായത്. തതനു വിദേഹജാതന്മാരായതു മൂലം പൃഥുവീരന്മാരവർ വൈദേഹന്മാരെന്നായ അതികൗതുകത്തോടെ ധരിക്ക സൗമിത്രേ നീ. ജനിപ്പിച്ചതു മഥനം ചെയ്യുന്നതുകൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ബുധജനം. ഇത്തരമാപത്തുണ്ടാം കാൺമാൻ വന്നോർത്തു കാൺമാനെത്താ ഞാൻ. വഴി പോലെ ലക്ഷ്മണാധരിക്ക നീ ശപിച്ചതെന്തോ നിമി. ഭഗവാൻ ഒന്ന് നീട്ടി എറിഞ്ഞതാണ്. ഇനി ഒരാൾ കാണാൻ വന്നാല് കാണാൻ അവസരം കൊടുത്തില്ല, ഇങ്ങനത്തെ ലാഭത്തുണ്ടാവുന്നും കൂടി പറഞ്ഞു വെച്ചു. ശപിച്ചതെന്തോ നിമി വസിഷ്ഠൻ തന്നെ കൂടെ തപശക്തിയും തമ്മിലൊക്കുമോ നിരൂപിച്ചാൽ എല്ലാവർക്കും ക്ഷമയുണ്ടായി വരികയില്ല കേൾ നീ. ചൊല്ലുവനിന്നും ഒരു കഥ ഞാൻ സംക്ഷേപമായി. വീണ്ടും കഥ പറഞ്ഞുതരാന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാം ഈ കണ്ണിലിരിക്കുന്നത് ആ നിമി മഹാരാജാവാണ്. നമ്മുടെ യമച്ചുമഴി ഉണ്ടാവുന്നത് നമുക്ക്. ഈ ദേവന്മാർക്ക് ഇങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ കണ്ണും അടക്കലും തുറക്കലും ഇല്ല അവർക്ക്. അങ്ങനെ മതിച്ചത് കൊണ്ട് അവരെല്ലാം മൈഥിലന്മാരായി വന്നു. അങ്ങനെ വിദേഹത്തായി അവര്. അതുകൊണ്ട് വൈദേഹന്മാരെന്ന് അവർക്ക് പേര്. അവിടെയാണ് നമ്മളെ സീതാദേവി ഉണ്ടായതെന്നാ പറയുന്നത്. അതാണ് നമ്മുടെ ദേഹത്തിന് വിദേഹെന്നും ഒക്കെ പേരുണ്ടല്ലോ സീതാദേവിയുടെ അച്ഛന്. അതുകൊണ്ടാണെന്ന് പറയുന്നു. പൃഥുവീരന്മാരോ വൈദേഹന്മാരെന്നായ അതികൗതുകത്തോടെ ധരിക്ക സൗമിത്രേ നീ. ജനിപ്പിച്ചതു മഥനം ചെയ്യുന്നതുകൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ബുധജനം. മഥനം ചെയ്ത് ജനിപ്പിച്ചത് കൊണ്ട് ജനകന്മാരെന്ന് അവർക്ക് പേരുണ്ട്. മൈഥിലന്മാരെന്നുണ്ട്, വിദേഹന്മാരെന്നുണ്ട്, ജനകന്മാരെന്നുണ്ട്. ഇത്തരം ഇങ്ങനെ ലാഭത്തുണ്ടാവും ഉണ്ണി. ആരും കാണാൻ വരുമ്പോൾ അവരെ മുമ്പിൽ പോയിട്ട് അവരെ സ്വീകരിച്ചിട്ട് കാണാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ലാഭത്തുണ്ടാവും ഉണ്ണി കുമാരാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു.
നേരെ ചോദിക്കുന്നു, എന്ത് നിമി വസിഷ്ഠനെ ശപിച്ചത്? രണ്ടുപേർക്ക് ഒരുപോലെ എണ്ണോ പിന്നെ തപശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു. നേരം എല്ലാവർക്കും ക്ഷമയുണ്ടാവണമെന്നില്ലല്ലോ, ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ യയാതിയുടെ കഥ ഈ ലക്ഷ്മണകുമാരന് പറഞ്ഞു കൊടുക്കുന്നു. ആ യയാതിയുടെ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പം ഇന്ന് പറഞ്ഞ ഈ നിമീര കഥയും മറ്റേ മൃഗൻ്റെ കഥയൊക്കെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും പാദങ്ങൾ സമർപ്പിച്ച് നമുക്ക് പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം നേരത്യ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ.